ഇന്ന് എന്തൊക്കെ വാർത്തകൾ എപ്പോഴൊക്കെ നടക്കാനുണ്ട് ഒറ്റ നോട്ടത്തിൽ കാണാം. ഇന്ന് ഇത് സംഭവിക്കും. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ കാരണം തേടിയുള്ള പോലീസ് അന്വേഷണം തുടരുന്നു. പ്രതി അഫാന്റെ ഉമ്മയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയേക്കും. അഫാന്റെ അറസ്റ്റും വൈകാതെ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ സമരം ഇന്നും തുടരും. CITU നേതൃത്വത്തിലുള്ള ആശാ വർക്കർമാർ ബദൽ സമരവുമായി എത്തുന്നു. ഇന്ന് സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തും. PC ജോർജിന്റെ ജാമ്യാപേക്ഷയിൽ ഈരാറ്റുപേട്ട മാജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറയും. ജാമ്യം ലഭിച്ചാൽ ഇന്ന് തന്നെ PC ജോർജിന് പുറത്തിറങ്ങാനാകും. ജാമ്യാപേക്ഷ തള്ളിയാൽ ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കാൻ തീരുമാനം. മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ഇന്ന് വൈകിട്ട് 3:30 സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം. വനം വകുപ്പിന് പുറമെ ധനം, തദ്ദേശം, വൈദ്യുതി, റവന്യൂ, ആരോഗ്യം, ജലസേചന വകുപ്പുകളിലെ മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും. UDF ഏകോപന സമിതി യോഗം ഇന്ന് കൊച്ചിയിൽ കളമശ്ശേരിയിലെ ചാക്കോളാസിൽ രാവിലെ 10:30 യോഗം. നാളെയാണ് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ഹൈക്കമാൻഡ് നേതൃത്വം കൂടിക്കാഴ്ച നടത്തുന്നത്. ഡൽഹി നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് BJP MLA മോഹൻ സിംഗ് ബിഷ്ടിന്റെ പേര് മുഖ്യമന്ത്രി രേഖ ഗുപ്ത ഇന്ന് നിർദ്ദേശിക്കും. ബിഷ്ടിനെ ഈ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുന്നതിനായി 2 പ്രത്യേക പ്രമേയങ്ങൾ അവതരിപ്പിക്കും. കോഴിക്കോട് NITയിലേക്ക് ഇന്ന് SFIയുടെ പ്രതിഷേധ മാർച്ച്. ഗാന്ധി ഘാതകനായ ഗോഡ്സെ പ്രകീർത്തിച്ച് വിവാദത്തിലായ അധ്യാപിക ഡോക്ടർ ഷൈജ ആണ്ടവനെ ഡീനായി നിയമിച്ചതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച്. വിവിധ യുവജന സംഘടനകൾ കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തിയിരുന്നു. വിവാദമായ മൈസൂർ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫിന്റെ കൊലപാതക കേസിൽ വിധി എന്നെന്ന് ഇന്നറിയാം. മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള ബലിതർപ്പണങ്ങൾക്കായി ആലുവ മണപ്പുറത്തേക്ക് ഭക്തജന പ്രവാഹം. ഇന്ന് കുംഭമാസത്തിലെ അമാവാസിയായതിനാൽ ഉച്ചവരെ ബലിതർപ്പണത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ ഭക്തജന പ്രവാഹം തുടങ്ങി. കേരളത്തിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നു മുതൽ ശനിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. കടൽ മണൽ ഖനനത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി ഇന്ന് തീരദേശ ഹർത്താൽ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ തീരദേശങ്ങൾ ഹർത്താലിന്റെ ഭാഗമാവും. മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഹർത്താൽ.